ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ ആ കാർ ടാസ്കിൻ്റെ ഒരു ചെറിയ ഭാഗം ഒരു ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടതാണ്. അത് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായിട്ടും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കാർ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ അനീഷേട്ടൻ്റെ ഡോർ ഭാഗം അവർ തുറന്നിടുമായിരുന്നു. അടയ്ക്കും തോറും വീണ്ടും വീണ്ടും പുറകിൽ നിന്ന് ആദിലെയാണ് ഓപ്പൺ ചെയ്തത്. ഒരു പ്രാവശ്യം 100 ഓപ്പൺ ചെയ്തു തള്ളി, എന്നിട്ട് തള്ളെന്ന് പറയുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ ആര്യനും 100യും തമ്മിലാണ് മത്സരം. പിന്നെ എല്ലാവരും അവരവരുടെ സ്പിരിറ്റോട് കൂടി ടാസ്ക് കളിക്കുക എന്നുള്ളത് ഇത് പ്രധാനമാണ്. കാരണം ടിക്കറ്റ് ടു ഫിനാലെയാണ്. ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ടാസ്കിനൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ടാസ്ക് നന്നായിട്ട് തന്നെ കളിക്കണം. മാക്സിമം അവർക്ക് എത്ര എഫോർട്ട് ഇടാമോ അത്രമാത്രം എഫോർട്ട് ഇട്ട് കളിക്കുക എന്നുള്ളതാണ് ഒരു ടാസ്കിൻ്റെ, പ്രത്യേകിച്ച് ടിക്കറ്റ് ടു ഫിനാലയുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരിക്കാനായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ശ്വാസം പിടിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കണം. പക്ഷേ ഇതൊരുമാതിരി ഒരാളിനെ വളരെ മോശമായിട്ട് തള്ളി കളയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുള്ളി എന്താ പറയുക, ഇടിക്കുക. ഒരാൾ 100 ഇടിച്ചാൽ നമുക്ക് മനസ്സിലാവും 100 ഇടിക്കുന്നു, ഓക്കെ. പക്ഷേ അത് ബാക്കിലിരുന്ന ആദില, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇവർ രണ്ടുപേരും 2 കണ്ടസ്റ്റൻ്റാണ്. 2-3 ആഴ്ചയായിട്ട് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടുപേരും രണ്ടായിട്ട് കളിക്കണം. നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്, രണ്ടുപേരും ഒറ്റയ്ക്ക് കളിക്കണമെന്ന്. പക്ഷേ എന്നിട്ട് പോലും ഈ 100നെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദില ഫ്രണ്ടിലിരുന്ന് എന്താ പറയണ, നമ്മുടെ അനീഷേട്ടൻ്റെ തലയിൽ ഒരുപാട് പ്രാവശ്യമാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഒരുപാട് പ്രാവശ്യം തല പിടിച്ചിട്ട് തള്ളുവാണ് ബാക്കിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് ഇടിക്കുവാണ്. എന്തിനാണ് ഇത്രമാത്രം ഒരു എന്താ പറയുക ക്രൂരത, ഭയങ്കരമായിട്ട് ക്രൂവലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പല പ്രാവശ്യം അനുമോൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തള്ളെന്ന് പറഞ്ഞിട്ട് 100 ഭയങ്കരമായിട്ട് അനീഷേട്ടനെ തള്ളി പുറത്തിടാനായിട്ട് പോയിക്കുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ഇപ്പം അത് ആര്യനെ കൊണ്ടാണ് തള്ളിക്കുന്നത്. അപ്പോൾ ആര്യൻ തള്ളുമ്പോൾ തീർച്ചയായിട്ടും അനീഷ് പുറത്ത് പോകും എന്നുള്ള വിചാരിക്കുന്നു. അപ്പോൾ പറയുന്നത് ഇയാൾ പാറയോ ഇയാൾ കല്ലോ എന്നൊക്കെയാണ് ഈ 100 ഇപ്പോൾ ചോദിക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അനീഷ് 2 കൈ കൊണ്ടും ഇങ്ങനെ തൊഴുത പോലെ ഇരിക്കുന്നു. അപ്പോൾ കൊച്ചിരി നേരം അങ്ങനെ എന്താ പറയുക, ഇയാൾ തൊഴുതുകൊണ്ടിരുന്ന് ഉറങ്ങുന്നു എന്നും പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് ഈ 100യൊക്കെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. 100 ഫിസിക്കൽ ടാസ്കിൽ ഓക്കെയാണ്. 100 ജിമ്മിൽ പോണ ആളാണ്. എപ്പോഴും ഈ ജിമ്മിലൊക്കെ പോണ ആൾക്കാർക്ക് ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അല്ലാണ്ട് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയും വിവരവുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആരിനെയല്ലേ തള്ളിക്കളയേണ്ടത്? ആരിനെ മാക്സിമം ഇവരെങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് ആരിനെയല്ലേ തള്ളിക്കളയേണ്ടത്? അത് നോക്കാതെ ആരിനുമായിട്ട് ചേർന്നിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ആരിൻ്റെ ദേഹത്തോട്ട് വെച്ചിട്ട് ആര്യൻ തള്ളുന്നു. ഈ 100യുടെ ബാക്ക് ഭാഗം വെച്ചിട്ട് അനീഷേട്ടനെ തള്ളിക്കളയുന്നു. ഇത് വളരെ എന്തോ പറയുന്നത്, കാണുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത്, ഭയങ്കര മോശം. അതിനു മുമ്പ് കണ്ട് 100 ആദിലും തന്നെ തലേന്ന് രാത്രി ഒരു വഴക്കുണ്ടായല്ലോ. അതുകൊണ്ട് ആര്യൻ ഏതാണ്ട് ഇങ്ങനെ ചുണ്ട് വെച്ചിട്ട് എന്തോ കാണിച്ചു എന്നും പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ തന്നെ എന്താ കുറച്ച് പാല് തരുമെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതേ സിറ്റുവേഷനിൽ ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് നമ്മൾ പല പ്രാവശ്യം ലൈവിൽ കണ്ടതാണ്. കൈ കൊണ്ട് നെഞ്ച് ഭാഗത്തൊക്കെ 100യുടെ ഇങ്ങനെ ഇടിച്ച് തട്ടി ഇരിക്കുകയാണ്. അതിനൊന്നും 100യ്ക്ക് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ പറയണ്ടേ നീ കൈ മാറ്റടാ, അങ്ങനെയാണോ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കണ്ടേ? ബാക്കിലിരുന്ന് ആദില ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ആദില എന്താണ് വിചാരിക്കുന്നത്? ആരിനെ തള്ളിക്കളയാനല്ലേ യഥാർത്ഥത്തിൽ നോക്കുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് എന്തും ചെയ്യാം, ഇയാൾ തിരിച്ചൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാളെ അങ്ങ് ദ്രോഹിക്കാം എന്ന് വിചാരിച്ചിട്ട് അനീഷിൻ്റെ തോളയിലോട്ടാണ് ഇവരെല്ലാം കയറാൻ ശ്രമിച്ചത്. പല തവണയാണ് ആദില പുറകു വശത്ത് നിന്നിട്ട് അനീഷിൻ്റെ ഡോറ് തുറന്നു വിട്ടത്. അതെങ്ങനെയാണ് തുറന്നു വിടാൻ പറ്റുക? ആദില തുറന്നു വിടണം, ആദിലയുടെ കൈ പുറത്ത് വരണം. ബാക്കിൽ നിന്ന് കൈ എടുത്തിട്ട് ആണ് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ടത്. പല പ്രാവശ്യം, ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 2-3 പ്രാവശ്യമാണ് അങ്ങനെ ചെയ്തത്. ആ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് എന്നിട്ട് ആരിനെ കൊണ്ട് 100യുടെ ശരീരത്തോട്ട് തള്ളിക്കുന്നു. തിരിച്ചും 100, അപ്പോൾ ആ 100യെ തള്ളുമ്പോൾ 100 അതുപോലെ തന്നെ അത്രയും ഭയങ്കരമായിട്ട് പ്രഷറായിട്ട് എന്താ പറയുക അനീഷേട്ടൻ ദേഹത്തേക്ക് തള്ളുമല്ലോ. അപ്പോൾ അനീഷേട്ടൻ പുറത്തേക്ക് വീഴും. ഇതായിരുന്നു ഐഡിയ. തിരിച്ചവരെന്താണ് അല്ലാതെ ചിന്തിക്കാഞ്ഞെന്ന് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു. എന്തുകൊണ്ടാണ് ഇവർ ആരിനെ തള്ളിക്കളഞ്ഞത്? കാരണം ആരിനാണല്ലോ പോയിന്റ് കൂടുതൽ. അനീഷൊക്കെ എത്രയോ താഴെയാണ്, 29-30 പോയിൻറ്റോ മറ്റോ ഉള്ളായിരുന്നു അനീഷിന്. ആരിന് 42 പോയിൻറ്റോ 45 പോയിൻറ്റോ അങ്ങോട്ടുള്ള ആര്യൻ 49 പോയിൻറ്റ് ഉള്ള 100 അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരെയല്ലേ തള്ളിക്കളയേണ്ടത്? തിരിച്ച് അതിൽ തള്ളേണ്ടത് അക്ബറിനെയല്ലേ?
കാരണം 39 പോയിൻ്റായിട്ട് അക്ബറാണ് 3-ാം സ്ഥാനത്ത്. പിന്നെ അക്ബറിനെയല്ലേ തള്ളിക്കളയേണ്ടത്. പിന്നെ എന്തിനാണ് ഇവർ അനീഷിൻ്റെ തോളയിലോട്ട് കയറുന്നത്? അപ്പോൾ അനീഷിനെ എന്തും ചെയ്യാം. അനീഷ് ഈ തള്ളും എല്ലാം കൊണ്ടതിന് ശേഷം അനീഷ് തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണു. പ്ലീസ് ബിഗ് ബോസ്, പ്ലീസ് നൂറ എന്ന് പറഞ്ഞു, എനിക്ക് ഷോൾഡർ പെയിൻ വരുന്നു നൂറ, പ്ലീസ് ഒരു നിമിഷം ഒന്ന് കൈ മാറ്റൂ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ പുള്ളി തന്നെ കൈ പിടിച്ചിട്ട് മാറ്റുന്നുണ്ട്. കൈ പിടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മുട്ടുണ്ടല്ലോ, അപ്പം കൈ പിടിച്ച് കൈ ഇങ്ങനെ പൊക്കാനായിട്ട് പോയപ്പോൾ മുട്ട് ഇങ്ങനെ ആ ഒരു കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ എന്തോ നൂറ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഈ ദേഹത്തോട്ട് കൈ ഇങ്ങനെ ചേർന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ മുട്ടുകൊണ്ട് എന്തിനാണ് ഇടിക്കുന്നത്, നിങ്ങൾ എന്നെ മുട്ടുകൊണ്ട് ഇടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ അനീഷിന് ദേഷ്യം വന്നു. അനീഷ് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ സ്ത്രീ കാർഡ് അടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് വളരെ ചീപ്പാണ്, റിബ്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പോൾ അതിനുശേഷം തിരിച്ച് പിന്നെ നൂറ തിരിഞ്ഞിരുന്നതിന് ശേഷം നെഞ്ച് ഭാഗം എല്ലാം കൂടി ആരിനങ്ങ് ദേഹത്തോട്ട് ഇരുത്തിയിട്ട് അവിടെ ഇട്ട് ഈ പുള്ളിനെ തള്ളുവാണ്. എന്തൊരു മോശമായിട്ടാണെന്നറിയാം ഇന്നലെ ആ ഇത്രയും ബിഹേവിയർ. നൂറയൊക്കെ നമ്മൾ വിചാരിച്ച് മാന്യമായിട്ട് ഗെയിം കളിക്കുന്നു, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഫിനാലിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ലാസ്റ്റ് ഗെയിം ഉണ്ടല്ലോ ഭയങ്കര ഡേർട്ടി ഗെയിമായിരുന്നു. എന്നിട്ട് ഓരോന്നും ചെയ്തിട്ട് ബാക്കിലോട്ട് ആദിലെ അപ്പം അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. ആദിലെ തള്ളിയിട്ട് അനുമോളുടെ മുതുകത്തേക്ക് ഒളിച്ചിരിക്കുന്നു. അനീഷിനെ ഇടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മാക്സിമം അനുമോൾ അവിടെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ അനുമോൾക്ക് ചെയ്യുമ്പോൾ ഇവർ കളിയാക്കുന്നുണ്ട്. കാരണം അനീഷേട്ടൻ അന്ന് ക്രഷ് എന്ന് പറഞ്ഞതിന് ശേഷം അനുമോൾക്ക് ഇളക്കം കൂടുതലാണ് എന്നുള്ള രീതിയിൽ നൂറായും ആദിലയും അനുമോളെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഒരുപാട് അങ്ങ് കിടന്നിട്ട് അനീഷിന് വേണ്ടിയിട്ട് വാദിക്കാനും പറ്റില്ല. പക്ഷേ അനീഷ് എന്ന് പറഞ്ഞാൽ ആസ് എ ഗെയിമർ അദ്ദേഹം ഭയങ്കര ജെന്യുവിനാണ്, ഭയങ്കര ഫെയർ ഗെയിം കളിക്കുന്ന ആളാണ്. അയാൾ ആരെയും മറ്റുള്ളവർക്കൊരു ഹേർട്ട് വരുന്ന രീതിയിൽ, ഒരു ദ്രോഹം വരുന്ന രീതിയിൽ ഒരിക്കലും അയാൾ ഗെയിം കളിക്കില്ല. അതിനിപ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞാലും അയാൾക്ക് അയാളുടേതായ ഒരു സ്റ്റാൻഡുണ്ട്. പുള്ളിയുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡിലാണ് കളിക്കുന്നത്. അത് ആർക്കും വേണ്ടി ഫേവറും ചെയ്യില്ല, ആർക്കും വേണ്ടിയിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്. പക്ഷെ ആരെയും ഒരു ദ്രോഹവും ചെയ്യാതെ കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇത്ര കാലം ഫീൽ ചെയ്തത്. വളരെ ഏത് ടാസ്ക് ചെയ്താലും അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരാൾക്ക് പോലും അയാളെ കൊണ്ടൊരു ഹേർട്ട്, ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല ഇതുവരെയും. പക്ഷേ ഇവരൊക്കെ എങ്ങനെയല്ല, പല രീതിയിൽ അയാളെ ദ്രോഹിക്കുക. ഇന്നാൾ തന്നെ ബോൾ എറിയുന്ന കാര്യം വന്നപ്പോൾ നൂറയുടെ ദേഹത്ത് ഒരു ബോൾ പോലെ എറിയാതെ, ആ ബോൾ എറിയേണ്ടതാണ്, അത് ടാസ്കിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ബോക്സിൻ്റെ മുകളിലാണ് ആ ബോൾ ഇട്ട് കൊടുത്തത്. കാരണം ഒരു ബോൾ പോലും ഈ പെൺകുട്ടികളുടെ ദേഹത്ത് കൊള്ളരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എറിഞ്ഞു വീഴ്ത്താനാണെങ്കിൽ പിന്നെ നിവിൻ്റെ കയ്യിൽ തന്നെ കൃത്യമായിട്ട് 4 ബോൾ ഒരേ കണക്ക് കൊള്ളിച്ചതാണ്. അതുപോലെ നൂറയുടെ കയ്യിൽ ഒരു 4 ബോളോ 5 ബോളോ കൊള്ളിച്ചായിരുന്നെങ്കിൽ നൂറ എവിടുന്ന് പടാന്ന് വീണേനെ. പക്ഷേ അനീഷേട്ടൻ എന്താണ് ചെയ്തത്? ബോൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരാളിനെ ദ്രോഹിക്കാതെ ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് അത്രയ്ക്കെങ്കിലും ചെയ്യണ്ടേ. നൂറ ഇനിയിപ്പോൾ 5 പോയിൻ്റ് ആയാലും നൂറ ജയിക്കും, 2 പോയിൻ്റ് കിട്ടിയാലും നൂറ അതിനകത്ത് ജയിക്കുമായിരുന്നു. പിന്നെ കാരണം ഈ ബാക്കിലത്തെ ആൾക്കാരും മതിയായിരുന്നു. 5 പോയിൻ്റ് കിട്ടുന്ന 47 പോയിൻ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു ആരിനുമായിട്ട് 7 പോയിൻ്റ് വ്യത്യാസമുള്ളപ്പോൾ 2 പോയിൻ്റ് കിട്ടി. ആരിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ 2 പോയിൻ്റ് ആയാലും നൂറ് ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ എന്തിനാണ് ഈ അനീഷിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ആദില ചെയ്യേണ്ടതെന്നായിരുന്നു അക്ബറിനെ മാക്സിമം അക്ബറിൻ്റെ അടുത്ത് സാബുമാനുമായിട്ട് ചേർന്നിട്ട് അക്ബറിനെ തള്ളിക്കളഞ്ഞെങ്കിലോ അതവർക്ക് ചെയ്യാം. അപ്പോൾ കയ്യൂക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ തിരിച്ചു നല്ല കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ നേരെ ഇവർ ചെല്ലുക. പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ്റെ തോളയിലോട്ട് ഇവർ ആദ്യം മുതൽ അങ്ങനെയാണ്. ഇപ്പോൾ ഈ 85 ദിവസം ആയപ്പോൾ തുടങ്ങിയതല്ല, ഇവർ ആദ്യം മുതലേ അങ്ങനെയാണ്. ഈ അനീഷിനെ ഏത് രീതിയിൽ ദ്രോഹിക്കാവോ. സത്യം പറഞ്ഞാൽ അയാളൊക്കെ അവിടെ നിന്നത് തന്നെ നമുക്ക് അതിശയമാണ്. അത്രമാത്രം സഹനശക്തി ഉണ്ടായിട്ടാണ് അയാൾ നിന്ന്. ഒരു ദിവസം അയാൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, പാത്രം കഴുകിയ വെള്ളം അയാളെ മുഖത്തേക്ക് കോരി ഒഴിച്ചു. എന്തൊക്കെയാണ് അയാളെ ചെയ്യാത്ത ദ്രോഹം. അയാളെ തലയ്ക്കടിക്കുന്ന, അയാളെ മുതുകത്തിടിക്കുന്ന പൊടാന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ അത്രമാത്രം ദ്രോഹം ചെയ്തതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഫെയർ ഗെയിം എന്നും വിജയിക്കും. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ കാർ ടാസ്ക് കൊണ്ട് നൂറയുടെ ഫേസും കൂടി നൂറയുടെ ക്യാരക്ടർ കൂടി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നൂറയും ആദിലയും ആദ്യം മുതൽ കളിക്കുന്ന ഈ ഒരു വൃത്തികെട്ട കളി, വൃത്തികെട്ട ബിഹേവിയർ, വൃത്തികെട്ട ക്യാരക്ടറൊക്കെ വീണ്ടും പുറത്തായി. ലാസ്റ്റ് മൊമെൻറ്റിൽ കൂടി നൂറയുടെ ആ ഒരു ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയി. കാരണം വളരെ മോശമായിട്ടില്ല. ഏത് രീതിയിലായാലും ജയിക്കണം, എന്ത് തറ വേല കാണിച്ചാലും, എന്ത് സ്വഭാവം എന്ത് കാണിച്ചാലും എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരൊക്കെ പോയി എന്നുള്ളതാണ്. നൂറയെ നമ്മൾ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന
സമയത്താണ് വീണ്ടും ഇത്രമാത്രം വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. നന്നായിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ ചേട്ടാ, ഒരിച്ചിരി ഒന്ന് പൊങ്ങും എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാളെ സംബന്ധിച്ചുള്ള അയാൾ അങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതാണ്. ഇത് പിന്നെ ആര്യനുമായിട്ട് ചേർന്നിട്ടുള്ള ഈ പ്രവൃത്തിയാണ് നമുക്ക് അയാൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പുറകിൽ നിന്ന് ആദിലയുടെ തലയ്ക്കുള്ള ഇടിയും ഇത് പല തവണയാണ്, ഒരുപാട് പ്രാവശ്യം. അപ്പം അത് അക്ബറും എല്ലാവരും ഉൾപ്പെടെ അനുമോൾ മാത്രമായിരുന്നു. എന്തായാലും നോക്കാം ആർക്കാണ് കപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാനായിരിക്കും. ഏഷ്യാൻ്റെ പുതിയ പ്രൊമോ നിവിനെ വറക്കുന്നുണ്ടോ, നിവിനെ പൊരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ബംഗാളി ആര്യനാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ബംഗാളി എന്ന് പറയുന്നതിൽ നിങ്ങൾ വിഷമം തോന്നേണ്ട, പഞ്ചാബി ആയിരിക്കുക. എന്തായാലും നമ്മൾ ഉത്തരേന്ത്യക്കാർ ഇവിടെ ജോലിക്ക് വരുമ്പോൾ അവരെ ബംഗാളി എന്നാണ് സംബോധന ചെയ്യുന്നത്. ഒരു സാധാരണ മലയാളി, ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. ബംഗാളി ആര്യൻ, എനിക്കിപ്പം പഞ്ചാബി ആര്യൻ എന്നും അതിലൊന്നും പറയേണ്ട. നമ്മൾക്ക് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന തമിഴ്നാടല്ലാത്ത എല്ലാ ആൾക്കാരെയും, അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക അല്ലാത്ത എല്ലാ ആൾക്കാരെയും നമ്മൾ ഹിന്ദിക്കാരെയെല്ലാം നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന എല്ലാവരെയും നമ്മൾ ബംഗാളി എന്നാണ് സംബോധന ചെയ്യുക. അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഞാൻ ബംഗാളി എന്ന് പറഞ്ഞാൽ അയാൾ പഞ്ചാബിയോ രാജസ്ഥാനി. ഇപ്പം നമ്മൾ വരുന്ന ആൾക്കാർ രാജസ്ഥാനിയാണോ പഞ്ചാബിയാണോ ആസാമിയാണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. ഇതൊരു കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ്